നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യം കൂടി ഒന്ന് വിശദീകരിക്കാം. അതായത് നമ്മൾ ഒരു പ്രതിസന്ധി ഇല്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നമുക്ക് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ഭയപ്പെടുന്ന ഈ LPG ക്ഷാമം ഉണ്ടാകും എന്നുള്ള ഭയം, ഇനി ഇതിനിടയിൽ ഈ ലോക്ക്ഡൗൺ വരുന്നു എന്നുള്ള അതൊക്കെ ഈ ആസ്ഥാനത്താണ്. അങ്ങനെ ഒരു കാര്യമേ ആലോചന ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്രം വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും ഈ ചർച്ചകൾ നടക്കുകയാണ്. ലോക്ക്ഡൗൺ വരുന്നു, LPG കിട്ടില്ല, പെട്രോൾ പമ്പുകളിൽ വലിയ ക്ഷാമം വരുമെന്നൊക്കെ. ഇത്തരത്തിലുള്ള ഈ പ്രചരണങ്ങൾക്കൊക്കെ ഏത് തരത്തിലാണ് കേന്ദ്രം അതിനെ നേരിടുന്നത്? എൽദോ, കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഊർജ്ജ പ്രതിസന്ധി ഇപ്പോൾ രാജ്യം നേരിടുന്നില്ല എന്ന കാര്യമാണ്. മാത്രമല്ല, ലോക്ക്ഡൗണിൻ്റെ കാര്യം നിർമ്മലാ സീതാരാമൻ തന്നെ നിഷേധിക്കുകയും ചെയ്തു. ജനങ്ങളെ പരിഭ്രാന്തരാക്കരുതെന്നൊരു കാര്യമാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. പക്ഷേ ഈ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് കുവൈറ്റിൽ മുബാറക് അൽ കബീർ, അതോടൊപ്പം തന്നെ ഷുവൈക്ക് തുറമുഖങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചിരുന്നു. ഈ കുവൈറ്റിനെയും ഖത്തറിനെയും അതോടൊപ്പം തന്നെ ഒമാനെയും സൗദിയും ഒക്കെ ആക്രമിക്കുന്നത് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ തുറന്നു കൊടുക്കുന്നു എന്നതിൻ്റെ പേരിലാണ്. ഈ തുറമുഖങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇത്തരം രാജ്യങ്ങൾ അവരുടെ എണ്ണ ഉൽപ്പാദനം അവസാനിപ്പിക്കുകയാണ്, തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണ്. മാത്രമല്ല, മുബാറക് അൽ കബീർ എന്ന തുറമുഖം, കുവൈറ്റിലെ തുറമുഖം ചൈനയുടെ സഹായത്തോടെ നിർമ്മിക്കുന്നതാണ്. ആ തുറമുഖത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. അതും ചൈനയുടെ കപ്പലുകളെ തടഞ്ഞിട്ടതും ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ഇറാൻ ചൈനയ്ക്ക് നേരെ തിരിയുന്നു എന്ന ഒരു ചോദ്യം കൂടി ഒരു വശത്ത് പ്രസക്തമാകുന്നു. പാകിസ്ഥാൻ്റെ ചില ഇടപെടലുകൾ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് നേരെ പലപ്പോഴും ഭീകരപ്രവർത്തനങ്ങൾ നടത്തി പ്രതിച്ഛായ നഷ്ടമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ചാടി വീഴുകയും ഇറാനുമായി ഏതാണ്ട് 1000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അമേരിക്കയുമായി പലപ്പോഴും അങ്ങനെ ഒരു സ്നേഹബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. അസം മുനീറുമായി നേരത്തെ ട്രംപ് ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. പാകിസ്ഥാൻ ഇതിൽ ഇടനിലക്കാരനായി, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ദൂതരായി പാകിസ്ഥാൻ വരുന്ന ഒരു സാഹചര്യം. പക്ഷേ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊരു മുന്നറിയിപ്പ് വന്നു. പാകിസ്ഥാൻ്റെ നയതന്ത്ര പ്രതിനിധികളെ തൊട്ടാൽ ഇസ്രായേലിന് നേരെ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ഭീഷണിയാണ്. മാത്രമല്ല, സൗദിയും പാകിസ്ഥാനുമായി നേരത്തെ ഒരു സൈനിക കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആണവ രാജ്യമാണ്, സൗദിക്ക് അങ്ങനെ ആണവശേഷിയില്ല, പക്ഷേ അവർക്ക് സമ്പത്തുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സൗദിയും പാകിസ്ഥാനും ഒരു ധാരണയായത്. പക്ഷേ ഇറാനും സൗദിയും ഇപ്പോൾ നേർക്കുനേർ നിന്ന് അടിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയും പാകിസ്ഥാനെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയുണ്ട്. ഇറാനുമായി അതിർത്തി പങ്കിടുന്നു, അതേസമയം സൗദിയുമായി ഈ സൈനിക കരാറുണ്ട്. അവിടെ ഏത് ചേരിയിൽ നിൽക്കണം എന്നത് സംബന്ധിച്ചൊക്കെയുള്ള പ്രതിസന്ധി പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. പക്ഷേ അവർ ഈ സമയത്ത് നല്ല വെള്ളം ചമയാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഏതായിരുന്നാലും ഊർജ്ജ പ്രതിസന്ധിയില്ല എന്ന് പല രാജ്യങ്ങളും പറയുമ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിനകം ഇന്ധനത്തിന് വില കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നയാര സ്വകാര്യ കമ്പനിയാണ്, അവർ പെട്രോളിന് 5 രൂപ വരെ കൂട്ടുന്ന നിലയുണ്ടായിട്ടുണ്ട്. മറ്റ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇതുവരെ വില കൂട്ടിയിട്ടില്ല. പക്ഷേ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. ഒരുപക്ഷെ ബാരലിന് വില $140 മുകളിലേക്കൊക്കെ പോയാൽ തീർച്ചയായും വിലക്കയറ്റം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. റൈറ്റ്, വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നടലും യുദ്ധത്തിൻ്റെ സാഹചര്യം, അത് പലതരത്തിൽ ആക്രമണം നടക്കുന്നു, ഇനി പലതരത്തിലുള്ള ആശങ്കകൾ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ നിലവിൽ രാജ്യത്ത് പ്രതിസന്ധിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്.